തീർച്ചയായിട്ടും അതെ. ആ കണ്ടന്റിനെ കുറിച്ചാണ് പിന്നെ ഇപ്പം ഉണ്ണേട്ടൻ പറയണ്ടായിരുന്നു. പേഴ്സണലി അവനൊരു ചാൻസ് കൊടുക്കണം എന്നാണ് പറഞ്ഞതെന്ന്. അത് ഓൾറെഡി ആ കുട്ടിയാണെങ്കിലും വിൻസി ആണെങ്കിലും അവളുടെ വീഡിയോയിലാണെങ്കിലും പിന്നെ നമ്മളോടൊക്കെ സംസാരിക്കുമ്പോഴും ആവർത്തിച്ച് പറഞ്ഞിരുന്ന ഒരു കാര്യം അതാണ്. ഷൈൻ എന്ന് പറയുന്ന ഒരു നടന് ജോലി ഇല്ലാതാക്കണമെന്നോ അയാളെ ഇവിടുന്ന് തേച്ച് മാച്ച് കളയണമെന്നോ ഒന്നുമല്ല ആ കുട്ടിയും ആഗ്രഹിക്കുന്നത്. അവർക്ക് ഫാമിലി ആയിട്ടും കൂടെ അറിയുന്നതാണല്ലോ. അപ്പോൾ നമ്മളിൽ പലർക്കും പഴയ ഷൈനിനെ അറിയാം. അപ്പോൾ ആ ഷൈനിന് തിരിച്ച് വരാൻ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ, ഒന്ന് ഇരുന്ന് ആലോചിച്ചിട്ട് നമ്മൾ ഇൻട്രോസ്പെക്ഷൻ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ആലോചിച്ചിട്ട് ഒന്ന് തിരിച്ചു വരാൻ വേണ്ടി അയാൾക്കൊരു അവസരം കൊടുക്കണം എന്നും പിന്നെ ആ കുട്ടിയുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇനിയുള്ള സമയത്ത് സിനിമയിൽ എല്ലാവർക്കും ഒരുപോലെ പീസ്ഫുള്ളി വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവണം. പേഴ്സണലി അവരെന്ത് ചെയ്യുന്നു നമുക്ക് കയറി ഇടപെടാൻ പറ്റില്ല ഒരാളുടെ കാര്യത്തിലും. അപ്പോൾ അതുണ്ട്. അപ്പം ഉണ്ണിയേട്ടൻ പറഞ്ഞത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അത് പറഞ്ഞ സമയം ഈ ICയുടെ ഒരു പ്രൊസീഡിങ്സ് തീരുന്നതിന് മുമ്പ്, റിപ്പോർട്ട് വരുന്നതിന് മുമ്പ്, അവരുടെ മൊഴിയെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ പാരലലി എന്ന പോലെയാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് അത് പാടില്ല എന്ന് വെച്ചാൽ അത് ആരുടെയും കുറ്റമായിരിക്കില്ല. നേരത്തെ ആണെങ്കിൽ എല്ലാ സംഘടനകളും ഇൻഡിപെൻഡൻ്റ്ലി ആണല്ലോ ഇത് ചെയ്യുക. ഇപ്പോഴാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ മോണിറ്ററിംഗ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ നമുക്കതിൽ പ്രത്യേകിച്ച് അധികാരങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. ഈ കാര്യങ്ങൾ പറഞ്ഞ് ഇവർ അത് ചെയ്യുന്നു എന്ന് നോക്കുക, ഇതൊക്കെ തന്നെ പറ്റുള്ളൂ. പക്ഷേ അദ്ദേഹം പറഞ്ഞ പോയിൻ്റ് ഓഫ് ടൈം ഇത്തിരി മാറിപ്പോയത് കൊണ്ടാണ് അത്തരം സംസാരങ്ങൾ, ഡിസ്കഷൻസ് വന്നത് ഗ്രൂപ്പുകളിൽ. പക്ഷേ അത് ഒരു ഗ്രൂപ്പിൽ വന്നൊരു കാര്യം പുറത്തേക്ക് പോകാമോ എന്നുള്ളത് അതിലൊരു വലിയ ചോദ്യമാണ്. അത് ചോർന്ന് പോകാമെന്ന് പറയുമ്പോൾ നമ്മൾ നിൽക്കുന്ന സ്പേസിനെ നമ്മൾ പേടിക്കണം എന്നുള്ള പോലെയല്ലേ അത്. ഇപ്പോൾ ഞാൻ ഈ ഒരു കാര്യം വന്നപ്പോൾ തന്നെ രാവിലെ നമ്മുടെ ചെയർമാൻ ശ്രീ സുരേഷ് കുമാറിനെയും നമ്മുടെ സെക്രട്ടറി വി രാഗേഷേട്ടൻ അവർ രണ്ടുപേരെയും വിളിച്ച് സംസാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളെ മീറ്റ് ചെയ്യുന്നത്. കാരണം ഇങ്ങനെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ പോകുന്നത്. ഓരോ കാര്യം നമ്മുടെ മേലിരിക്കുന്നവരറിയാതെ നമ്മളിത് ചെയ്യുന്നില്ല. ഉണ്ണേട്ടൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നും പറയേണ്ട ഒരു പോയിൻ്റ് അല്ല ഇത്. കാരണം അവരൊക്കെയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മനുഷ്യരാണ്. അവരുടെ ഒന്നും മേലെ പറയാൻ നമ്മളൊന്നും ആയിട്ടുമില്ലല്ലോ. ഇതിലൊരു ബോഡി അല്ലല്ലോ, ഇതൊരു അഭിനേതാവാണല്ലോ. അഭിനേതാക്കൾ തമ്മിലുള്ള പ്രശ്നമാണ്. അപ്പോൾ അതിൽ ഇടപെടുന്നതിൽ സാങ്കേതികമായ പ്രശ്നമൊക്കെ ഉണ്ടല്ലോ. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പരാതി എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു പരാതിയല്ല, ഒരു ക്രൈം സ്വഭാവമുള്ള പരാതിയാണിത്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഇതൊരു ഒത്തുതീർപ്പിലേക്ക് ഇതിൻ്റെ ഒരു എൻറ്റിറ്റി അല്ലാത്തൊരു ബോഡി മാറുന്നതിനുള്ള പ്രശ്നമില്ലേ? അല്ല, ശരിക്കും പറയുകയാണെങ്കിൽ അതുണ്ട്. പക്ഷേ അതിനെപ്പറ്റി ഞാൻ സംസാരിക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു. അത് അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ആളുകൾ, ഇപ്പം രാകേഷ് ഏട്ടനാണെങ്കിലും ഇപ്പം നമ്മുടെ ഒരു കമ്മിറ്റി ഉണ്ടല്ലോ, നമ്മുടെ മെയിൻ കമ്മിറ്റി ഉണ്ട്, അവരാണ് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത്. അപ്പോൾ വ്യക്തിപരമായിട്ട് ഞാൻ അഭിപ്രായം പറയേണ്ട ഒരു സമയവും അല്ല ഇത്. അപ്പോൾ അതുകൊണ്ട് നോ കമൻസ്. ഏത് ഘട്ടത്തിലാണ് ഇങ്ങനെ പറയണം എന്ന് തോന്നിയത്, ഈ വിഷയം ഉന്നയിക്കണമെന്ന് തോന്നാനുള്ളൊരു റീസൺ എന്തായിരുന്നു പ്രധാനമായിട്ടും? ഞങ്ങളുടെ ഗ്രൂപ്പിലാണോ? അത് ഞങ്ങളുടെ മോണിറ്ററിംഗ് കമ്മിറ്റിയിലും ഹെൽത്തി ആയിട്ടുള്ള ഡിസ്കഷൻസ് നടക്കാറുണ്ട്. കാരണം ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ അവിടെ. അപ്പോൾ അവിടെ ഡിസ്കഷൻസ് നടക്കാറുണ്ട്. അതുപോലെ ഇത് വന്നിട്ടുള്ളത് ഞങ്ങളുടെ വേറൊരു പ്രൊഡ്യൂസർ ഗ്രൂപ്പിലാണ്. അപ്പോൾ ആ ഗ്രൂപ്പിൽ ഇങ്ങനെ സജിയേട്ടൻ ഇതിനെ സംബന്ധിച്ചൊരു മെസ്സേജ് ഇട്ട സമയത്തും പിന്നെ മറ്റ് ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും ഒക്കെ ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഞാൻ സാധാരണ ഒന്നിനും ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ ഇതിൽ നമ്മൾ എടുത്തിട്ടുള്ള എഫേർട്ടുകളും ഇതിൽ നിൽക്കുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് കുറേ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ അത് ഈ ഒരൊറ്റ ഇൻസിഡൻറ്റിനെ വെച്ച് മാത്രമുള്ള ഒരു ഓഡിയോ ക്ലിപ്പും അല്ല, ഞങ്ങളുടെ വേറെ കുറച്ച് കാര്യങ്ങളെയും കൂടെ ചേർത്തുകൊണ്ടുള്ള ക്ലിപ്പാണ്. പക്ഷെ അത് പുറത്തു പോകുമ്പോൾ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇപ്പോൾ ഈവൻ ശ്രീ ബി ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തിന് കണ്ടാൽ പോലും തോന്നുക അദ്ദേഹത്തിനെതിരെ പറഞ്ഞു എന്ന രീതിയിൽ അത് വരാമല്ലോ. കാരണം നമ്മൾ ഇൻറ്റേർണലി നടക്കുന്ന എല്ലാ കാര്യവും ഇങ്ങനെ പോയി കഴിയുമ്പോൾ ചിലപ്പോൾ പുറത്തുള്ളവർക്ക് എല്ലാ കാര്യങ്ങളും അറിയില്ല. അപ്പോൾ അവരിലേക്ക് ഇത് ചിലപ്പോൾ ഒരു റോങ് മെസ്സേജ് കൊടുക്കാം പറഞ്ഞു എന്നുള്ള രീതിയിലേക്ക്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്താണിത്, ആരാണ് ടാർഗറ്റ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാൻ പേഴ്സണലി ബിലീവ് ചെയ്യുന്നത് നമ്മൾ ഇത്തരം കാര്യങ്ങളൊന്നും ഒരു പരിധി കഴിഞ്ഞ് മീഡിയയിൽ കൂടെ അല്ലെങ്കിൽ ഇങ്ങനെ ആളുകളിലേക്ക് എത്തിക്കരുത് എന്നുള്ളതാണ്. എത്തിക്കരുതെന്ന് പറഞ്ഞാൽ ആളുകൾ അറിഞ്ഞാൽ എന്താ കുഴപ്പം എന്നുള്ള ചോദ്യം വരാം. കറക്റ്റ് അറിയേണ്ട കാര്യങ്ങളാണ് അറിയേണ്ടത്. നമ്മളൊരു വീട്ടിലാണെങ്കിലും പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, നമ്മൾ സംസാരിക്കും. അതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് അതൊരു നല്ല റിസൾട്ടായിട്ട് അത് പുറത്തേക്ക് പോകുക എന്നുള്ളതാണല്ലോ അതിൻ്റെ കാര്യം. അപ്പോൾ ഈ സംഭവിച്ച കാര്യത്തോട് എനിക്ക് തീർത്തും യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല. പരാതി കൊടുക്കുന്നുണ്ടോ ഈ ഓഡിയോ ലീക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അങ്ങനെ സംഘടനയെ? ഞാനത് അതിനെക്കുറിച്ച് ഒന്ന് എൻ്റെ അവരോട് ഇതായിട്ടുള്ള താല്പര്യത്തിരിക്കുന്നവരോട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. കൂടുതൽ ഇനി ഇത് കൂടുതൽ ഒരു ടോപ്പിക് ആവണ്ട, ഒരു പ്രശ്നമാവണ്ട എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ 2 ചാനലാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അത് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പ്രതികരണം തരുന്നത്. ഇനി ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് പോവാണ്. അതിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി എന്താണ് തുടർ നടപടി? അതിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? അതും ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ അത് പറയുന്നത് ടു ഏർലിയാണ്, ഞാനത് പറയാനും പാടില്ല. അപ്പം അതുകൊണ്ട് ഓക്കെ, താങ്ക് യു.